എന്നെന്നും ഹൈറൂൻ്റെ സ്റ്റോറി ആൻഡ് പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ, എഡിറ്റിംഗ് ഫസലുദ്ദീൻ, നിർമ്മാണം VFF ക്രിയേഷൻസ്. ഹൈറു, ഇച്ചായ, നീ എന്താ ഇങ്ങനെ? അവൻ കീ കൊടുക്കുന്നതനുസരിച്ച് തുള്ളുന്ന പാവയായോ നീ? നിന്റെ ലൈഫിൽ നിനക്കൊരു തീരുമാനമില്ലേ? ഇച്ചായ, അമ്പു അമ്പു ഞാൻ എല്ലാ കാര്യങ്ങളും ഇച്ചായനോട് പറഞ്ഞു. ചെറ്റ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വെച്ച് വില പേശൽ അത്രയ്ക്ക് തരം താഴ്ന്നു പോയോ അമ്പു? ഇച്ചായൻ നെറ്റി തിരുമ്മിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തോ ഓർത്ത പോലെ എൻ്റെ അടുത്തേക്ക് വന്നു. ഹൈറു, അമ്പു ലൈലയെ ഉപേക്ഷിക്കില്ല. കാരണം അവനവളെ ഇഷ്ടമാണ്. അതിലും മുൻപന്തിയിലാണ് അമ്പുവിൻ്റെ വാശി. ആ വാശി ജയിക്കാൻ അമ്പു എന്തും ചെയ്യും. എൻ്റെ വിധി ഇതാണ് ഇച്ചായ. എനിക്കൊന്നും അനങ്ങാൻ കഴിയാത്ത വിധം അമ്പു എന്നെ തടച്ചു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയേ ഞാൻ മുട്ടുമുടക്കുള്ളൂ എന്ന് അമ്പുവിനറിയാം. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് അമ്പുവിന് നിക്കാഹായിരുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞു. അവളുടെ മൂത്തുപ്പയാണ് ആ നിക്കാഹ് ചെയ്തു കൊടുത്തത്. ഇന്ന് വൈകിട്ട് മുതൽ മൈലാഞ്ചിയും ഹൽദിയും ഒക്കെയാണ്. ഒക്കേത്തിനും ഗതികേടിൻ്റെ പുറത്ത് നിന്ന് കൊടുക്കേണ്ടി വന്നു. ഇന്ന് സാറ്റർഡേ. ഹാളിലായിരുന്നു ഫംഗ്ഷൻ. ഒരുവിധം കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വീട്ടിലെത്തിയതും കെട്ടിയാടിയ വേഷങ്ങളെല്ലാം അഴിച്ചു വെച്ചു. തലയാകെ പെരുക്കുകയാണ്. ഷവറിൻ്റെ ചുവട്ടിൽ പോയി നിന്നു. തണുത്ത വെള്ളം തലവഴിയെ വീണിട്ടും ഉള്ളിലെ തീക്ക് ഒരു കുറവുമില്ല. നാളെ ഈ നിമിഷം ഷിയാസിൻ്റെ ഭർത്താവോ? ഇല്ല, എനിക്കത് ഒരിക്കലും ആലോചിക്കാൻ കൂടെ കഴിയില്ല. എനിക്ക് സാധ്യ വേണം. ഉറച്ച തീരുമാനത്തോടെ ഞാൻ കുളിച്ചിറങ്ങി. ഒരിക്കലും ചെയ്യരുതെന്ന് കരുതിയതാണ്. പക്ഷെ എനിക്കതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. വാപ്പച്ചിയും ഉമ്മച്ചിയും അമ്പോ എന്നോട് പൊറുക്കട്ടെ. ഉറച്ച തീരുമാനമെടുത്ത് ഞാൻ മുറിക്ക് പുറത്തിറങ്ങി. എല്ലാവരും കിടന്നു കഴിഞ്ഞു. അമ്പു എത്തിയില്ലേ? അറിയില്ല. എന്തായാലും ഇന്ന് കിടക്കാൻ വന്നിട്ടില്ല. ഭാഗ്യം. അലങ്കാര ബൾബുകൾ മിന്നി മിനുങ്ങുന്നുണ്ട്. അല്ലാതുള്ള വെളിച്ചമെല്ലാം അണഞ്ഞിട്ടുണ്ട്. പതിയെ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയതും എൻ്റെ കയ്യിൽ ആരോ പിടിച്ചു. ഞാൻ വേഗം എൻ്റെ കയ്യിലേക്ക് നോക്കി. ഇരുട്ടിൻ്റെ മറവിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന ആ മുഖത്തേക്കും. ദീപുചേട്ടൻ. സംശയഭാവത്തിൽ ഞാൻ ദീപുചേട്ടനെ നോക്കി. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. ഹൈറുവിനെ ഞാൻ അറിയാത്തതല്ലോ. നിന്റെ യുക്തിക്ക് നിരക്കാത്തതൊരിക്കലും നീ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനിത് പ്രതീക്ഷിച്ചു. സാധ്യമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത സ്ഥിതിക്ക് നായികയെ കൊണ്ടുപോകാൻ നായകൻ വരില്ലെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ കാത്തു നിന്നത്. ദീപുചേട്ട. അയ്യേ, ഹൈറു കരയുന്നു. പോ ദീപുചേട്ട, ഈ സമയത്ത് നിന്ന് ചളി അടിക്കുന്നു. ആരെങ്കിലും കാണുന്നതിന് മുമ്പേ പോവാ ഹൈറു. കയറ്. ദീപുചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാനും കയറി. ഞങ്ങൾ യാത്രയായി. കൺമുന്നിൽ നിന്ന് മറയും വരെ ഞാൻ എൻ്റെ വീട് ഒന്നുകൂടി നോക്കി. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ അറിയില്ല. ദീപുചേട്ടാ. എന്താടി? ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും സാധ്യ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ വന്ന് കാണാനോ ശ്രമിച്ചിട്ടില്ല. എനിക്കാകെ ഒരു പേടി പോലെ. ഒന്ന് പോയടി. കാണാനോ വിളിക്കാനുള്ള സാഹചര്യം അല്ലല്ലോ. അതായിരിക്കും. ഒന്നാലോചിച്ചിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു. എന്നാലും എല്ലാവരും ഉള്ളപ്പോഴാണെങ്കിലും സാധ്യ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകുമെന്ന് ഞാൻ കരുതി. എന്തിന്? വന്ന അമ്പു കയറി ചൊറിയും. അത് കേൾക്കുമ്പോൾ സാധി കൈവയ്ക്കും. അറിയാലോ, അനുഭവം ഉണ്ടല്ലോ അല്ലേ? അമ്പുവിനെ കൂട്ടല്ല, പണിയെടുക്കുന്ന ചെക്കനാ. വളയം പിടിക്കുന്ന കയ്യാ. ഒരെണ്ണം കിട്ടിയ ഇരിപ്പതാ. എന്തിനാ വെറുതെ? ഓ, ആങ്ങളൊക്കെ രണ്ടെണ്ണം കിട്ടുന്ന കാര്യം കേട്ട് ചിരിക്കുന്നോ? ദീപുചേട്ടാ. നമ്മളെ കാണുമ്പോൾ സാധി എങ്ങനെ പ്രതികരിക്കും? വരാനുള്ളത് വഴി തന്നെയില്ല. അത് കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് തന്നെ വരും എന്ന് പറയാൻ സാധ്യതയുണ്ട്. ദീപുചേട്ടാ. അങ്ങനെ ചിരിയും കളിയുമായി ഞങ്ങൾ സാധിയുടെ വീടിന് മുന്നിലെത്തി. അവളുടെ വീട്ടിൽ നിന്ന് അന്ന് ഇറങ്ങി അസ്വസ്ഥമായ മനസ്സോടെയാണ് ഞാൻ വീട്ടിൽ ചെന്ന് കയറിയത്. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാത്രിയിൽ എപ്പോഴോ ഉറങ്ങി. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും അല്പം വൈകി. ഉമ്മ ഒട്ട് വിളിച്ചതുമില്ല. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ഞാൻ ഉണർന്നു. അസീസ്കയാണല്ലോ. എന്തിനായിരിക്കോ ഇപ്പോൾ വിളിക്കുന്നത്? ഞാൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അസീസ്ക. സാദി. എന്തായിക്കാ പറഞ്ഞോ. സാദിക്ക് എവിടെയാണ്? ഞാൻ വീട്ടിലാണിക്ക. തിരക്ക് വല്ലതുണ്ടോ?
ഇല്ലെങ്കിൽ എനിക്ക് സാധിക്കണമെന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനെന്തേക്കാ, എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ വരാം. എവിടെ വരണ്ടേ? വീട്ടിൽ വന്നാൽ മതിയോ? വേണ്ട, ട്രാവൽസിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാക്കും. ശരിക്ക. എന്തിനായിരിക്കും ഒക്കെ കാണണമെന്ന് പറഞ്ഞത്? എന്തായാലും അനുകൂല തീരുമാനമല്ല, അതാണ് ട്രാവൽസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ഞാൻ ചെല്ലുമ്പോൾ ഇക്ക എത്തിയിരുന്നു. ഡോറിൽ നോക്ക് ചെയ്ത് ഞാൻ അകത്തേക്ക് കടന്നു ചെന്നു. ആ സാദിഖ്, വാ ഇരിക്കും. മുന്നിലിട്ടിരിക്കുന്ന ചെയറിലേക്ക് കൈകൾ ചൂണ്ടി ഇക്ക പറഞ്ഞു. ഞാനിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇക്ക തലയുയർത്തി എന്നെ നോക്കി. എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വീണ്ടും മൗനം. കുറച്ച് സമയത്തിന് ശേഷം, സാദിക്ക് എന്താ കുടിക്കാൻ പറയണ്ടേ? ചായ, ജ്യൂസ് എന്തെങ്കിലും? ഒന്നും വേണ്ടിക്ക. ഇക്കാക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എന്തായാലും പറഞ്ഞോളൂ. ഇവിടേക്ക് വിളിപ്പിച്ചപ്പോൾ തന്നെ കാര്യം ഞാൻ ഏകദേശം ഊഹിച്ചു. അതുകൊണ്ട് ഇക്ക പറയാൻ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. മൗനത്തെ ഭേദിച്ച് ഞാൻ അത്രയും പറഞ്ഞു. ചങ്കിടിപ്പോടെ ഇക്കാൻ്റെ വാക്കുകൾക്ക് ഞാൻ കാതോർത്തു. അരുതാത്തതൊന്നും ആവില്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. സാദിഖ്, നിന്നെ എനിക്കിഷ്ടമാണ്. നിന്നിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. ഇന്ന് ഞാനൊരു വാപ്പയായി പോയതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടുകൾക്കൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്നലെയൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിയെന്നുള്ളത് നേരാണ്. എങ്കിലും എൻ്റെ മകളുടെ തീരുമാനത്തിനൊപ്പം ഞാനും കൂടെ നിന്നേനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊന്നും കഴിയാത്ത അവസ്ഥയാണ്. കാരണം ആഗ്രഹങ്ങളും മോഹങ്ങളും കൊടുത്ത് ഒരു പടുകുഴിയിൽ നിന്നും പിടിച്ചു കയറ്റി കൊണ്ടുവന്നൊരു പെണ്ണുണ്ട്, ലൈല. അവളെ വച്ചാണ് വിലപേശൽ. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്നത് ഒരു യത്തീമായ പെൺകുട്ടിയുടെ ജീവിതമാണ്. വെറുതെ ഇരുന്ന ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ മോഹങ്ങൾ വളർത്തിയത് ഹൈറുവാണ്. സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചത് അവളാണ്. അവൾ തന്നെ അതൊക്കെ തല്ലിക്കെടുത്താൻ കാരണമായാലോ? ഇക്ക എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇക്ക വീട്ടിലുണ്ടായ സംസാരവും അമ്പുവിൻ്റെ ഡിമാൻഡും എല്ലാം എന്നോട് പറഞ്ഞു. ഒക്കെ കേട്ട് തരിച്ചിരിക്കാനേ എന്നെക്കൊണ്ട് കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ സ്വപ്നം കണ്ട ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് ഒലിച്ചു പോവുകയാണ്. തടയാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ റബ്ബേ. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിലൊരു യത്തീമിൻ്റെ കണ്ണീര് വീണ പിന്നെ ആ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. സ്വന്തം മകളുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ആശ്വസിക്കുന്ന ആ ഉമ്മയുടെ കണ്ണീരിൻ്റെ നനവ് നിങ്ങളുടെ ജീവിതത്തിലൊരു ശാപം പോലെ വേട്ടയാടും. അത് വേണോ? മോനെ, ഞാൻ ആജ്ഞാപിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. നീ വേണ്ടിക്ക, ഇക്ക ഇനി ഒന്നും പറയണ്ട. അത്രയും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. സാദി, ഞാൻ കാരണം ആരുടെയും ശാപം ഏറ്റുവാങ്ങേണ്ടി വരില്ല. ചങ്ക് പറിച്ചു തരാനാ ഇക്ക എന്നോട് പറയുന്നത്. അടർത്തി മാറ്റുമ്പോൾ ഒന്ന് ഓർക്കണം ഇക്ക, ഇപ്പോൾ ഉണ്ടാകുന്ന ചില മുറിവുകൾ ഒരിക്കലും ഉണങ്ങിയില്ല എന്ന് വരും. കണ്ണുനീർ ഇക്ക കാണാതിരിക്കാൻ ഞാൻ തിരിഞ്ഞു നടന്നു. സാദി, നമ്മളിന്ന് സംസാരിച്ചതൊന്നും ഒരിക്കലും ഹൈറു അറിയരുത്. ദയനീയമായി ഇക്കയെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. കാഴ്ചയെ മറിച്ച് കണ്ണുനീർ കണ്ണിലുരുണ്ടുകൂടി. വാശിയോടെ ഞാനത് തുടച്ചു കളഞ്ഞു. വീണ്ടും വീണ്ടും കണ്ണുകൾ നിറയുകയാണ്. ഞാൻ അവളെ അത്രയും സ്നേഹിച്ചിരുന്നു. നഷ്ടപ്പെടാൻ പോകുമ്പോഴാണ് അവളോട് എനിക്ക് ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. പഠിച്ചവനെ, ഇതെന്തൊരു വിധിയാണ്. ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞുപോയി. അവൾ വീട്ടുതടങ്കലിലാണെന്ന് ദീപു പറഞ്ഞു. ഞാൻ സ്ട്രോങ്ങായി ഒരു തീരുമാനമെടുക്കാഞ്ഞിട്ട് ദീപുവിന് നല്ല ദേഷ്യമുണ്ട് എന്നോട്. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ജെസ്സി അവളെ കണ്ട കാര്യം പറഞ്ഞപ്പോൾ അവളെ ഒന്ന് കാണാനും എൻ്റെ കൽബ് പിടിക്കുകയായിരുന്നു. ഇന്ന് അവളുടെ കല്യാണത്തലേന്ന് ഒരു കള്ളനെ പോലെ പോയി ഞാൻ അവളെ ഒരു നോക്ക് കണ്ടു. തിരികെ വീട്ടിലെത്തിയിട്ടും ഒരു സമാധാനവുമില്ല. പാവം, ഞാൻ ചതിച്ചെന്ന് കരുതി കാണും. എന്തിനാ റബ്ബേ അവളെൻ്റെ മുന്നിൽ കാണിച്ചത്? എന്തിനെനിക്ക് അവളോട് മുഹബത്ത് തോന്നിച്ചു? ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുക്കിത്തീരുന്നത് കാണാനോ? അതിനു മാത്രം എന്ത് പാപം ഞങ്ങൾ ചെയ്തു? സാദി. ആരാ? ഞാൻ ദീപുവാണ്. ഞാൻ വേഗം വാതിൽ തുറന്നു. അവരെൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താടാ നീ ഈ പാതിരാത്രിക്ക്? നിന്നെ ഒന്ന് പെണ്ണ് കെട്ടിക്കാൻ വന്നതാ.
അതെ, ഞാൻ നിന്നെ ഒന്ന് പെണ്ണ് കെട്ടിക്കാൻ വന്നതാന്ന്. പെണ്ണിനെയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പെണ്ണില്ലെന്നോർത്ത് വിഷമിക്കണ്ട. ആ പെണ്ണൊന്ന് മുൻപന്തിയിലേക്ക് വന്നാലും. ആളെ കണ്ടതും ഹൈറു. ദീപു ചേട്ടൻ നിൽക്കുന്നത് പോലും നോക്കാതെ അവളെന്നെ വാരിപ്പുണർന്നു. സാദി, സാദി. അവളെ വാരിപ്പുണരാൻ എൻ്റെ മനവും കൊതിക്കുന്നുണ്ട്. പക്ഷേ അദൃശ്യമായ ചങ്ങല കൊണ്ട് എൻ്റെ കൈകൾ ബന്ധനത്തിലാണ് പെണ്ണെ. സാദി, സാദി, സാദി എന്താ എന്നെ തേടി വരാഞ്ഞ്? നീ ഇല്ലാതെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ സാദി? ഇന്നെനിക്കിങ്ങനെ ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്യമായി സാദി ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോയെന്നെ. അവളുടെ കണ്ണീര് വീണ് എൻ്റെ നെഞ്ച് പൊള്ളുന്നുണ്ട്. അവളൊന്ന് വാരിപ്പുണരാൻ പോലും കഴിയുന്നില്ലല്ലോ റബ്ബേ എനിക്ക്. സാദി, സാദി എന്താ എന്നോടൊന്നും മിണ്ടാത്ത? എന്നെ ഒന്ന് ചേർത്ത് പിടിക്കും സാദി. ഈ സംരക്ഷണത്തിൽ നിൽക്കാനല്ലേ, ഈ നെഞ്ചിൽ ചായാനല്ലേ ഞാൻ ഓടി വന്നത്. ഇല്ല, ഞാൻ വികാരങ്ങൾ കടിമപ്പെട്ടു പോകാൻ പാടില്ല. എന്ത് വില കൊടുത്ത് ഇവളെ തിരിച്ചയക്കണം. പഠിച്ചവനെ, എനിക്കിതൊരു കഴിയണേ. ഞാൻ അവളെ വേഗം എന്നിൽ നിന്ന് അടർത്തി മാറ്റി. അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. ഹൈറു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാദി, സാദി, ഞാൻ പിന്നെ എവിടേക്ക് സാദി പോകേണ്ടത്? നാളെ എൻ്റെ കല്യാണമാണ്. ഇന്നൊരു ദിവസം മാത്രം എന്നെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി സാദി, പ്ലീസ്. നീ വീട്ടിൽ പോകാൻ നോക്ക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. ഇല്ല, ഞാൻ പോവില്ല. എന്തിനാ സാദി എന്നോടിങ്ങനെ? സാദി, നീ എന്തൊക്കെയാ പറയുന്നേ? ദീപു, നീയാണ് ഇവളെ വിളിച്ചോണ്ട് വന്നതെങ്കിൽ നീ തന്നെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. സാദി, നീ ഇത്ര ദുഷ്ടനായിപ്പോയോ? ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കുന്ന എനിക്ക് എങ്ങനെ സാധിക്കുന്നു? ഒച്ചപ്പാടും ബഹളവും കേട്ട് ഉമ്മയും ജെസ്സിയും എഴുന്നേറ്റ് വന്നു. ഉമ്മയെ കണ്ടതും, ഉമ്മ, ഉമ്മ ഒന്ന് പറയുമ്മ, എനിക്ക് സാദിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ജെസ്സി, ഒന്ന് പറയടി ഇന്ത്യക്കാനോട്. എന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോയും ജെസ്സി, പ്ലീസ് ഡി. ഒന്ന് പറ ജെസ്സി, എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ലടി, പ്ലീസ്. ഹൈറുവിനെ അവൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. എൻ്റെ നേരെ നോക്കി. ഇക്ക, ഹൈറു, ഇനിയും ഈ നില തുടർന്നാൽ ശരിയാവില്ല. കാരണം അവളുടെ സങ്കടത്തിനപ്പുറം ബാക്കിയൊന്നും കാണാൻ കഴിയാതെ വരും എനിക്ക്. ജെസ്സി, ഉമ്മാനെ വിളിച്ച് കയറി പൊടിയത്ത്. ഇക്ക, നിന്നോടെ കയറി പോകാൻ പറഞ്ഞത്. അവളെ ദയനീയമായി നോക്കിയിട്ട് ജെസ്സി അകത്തേക്ക് കയറിപ്പോയി. കൂട്ടത്തിൽ ഉമ്മയും. ഞാൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. മുഖത്തേക്ക് നോക്കിയില്ല. നോക്കിയാൽ ഇതുവരെയാണ് ഞാൻ മുഖംമൂടി അഴിഞ്ഞു വീണാലോ. നീ ഇവിടെ വാ. ഞാൻ അവളെയും വിളിച്ച് വണ്ടിക്കടുത്തേക്ക് ചെന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാരടി. അവൾ എൻ്റെ പിറകിൽ കയറിയതും ഞാൻ വണ്ടിയെടുത്തു. വണ്ടി അവളുടെ വീടിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അവൾ ദയനീയമായി എന്നെ നോക്കുന്നുണ്ട്. അവൾ അവിടെ ഇല്ല എന്നെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്വേഷിച്ചിറങ്ങാനുള്ള പുറപ്പാടിലാണ്. അവളുടെ മുന്നിലേക്ക് ഞാൻ അവളുടെ കൈ പിടിച്ചു ചെന്നു. അസീസ്കയും അൻവറും അന്തം വിട്ട് നോക്കുന്നുണ്ട്. ദീപു വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു. അലക്സും അപ്പോഴേക്കും അവിടെ എത്തി. അസീസ്ഖാൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ ഇക്കാൻ്റെ മുന്നിലേക്ക് അവളെ ഇട്ട് കൊടുത്തു. ഞാനായിട്ട് കൊണ്ടുപോയതല്ല, എന്നെ തിരക്കി വന്നതാണ് എൻ്റെ വീട്ടിൽ. ശ്രദ്ധിക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ പറയരുത്. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ തിരിഞ്ഞു നടന്നു. കാലിൽ ആരോ പിടുത്തമിട്ടിരിക്കുന്നത് കണ്ട് തിരിഞ്ഞു നോക്കിയതും ഹൈറു. സാദി, സാദി ചെയ്തതിനും പറഞ്ഞതിനൊക്കെ കൂട്ടി വെച്ച് എന്നോട് പ്രതികാരം ചെയ്യാനോ? എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യില്ല സാദി, പ്ലീസ്, എന്നെ ഇട്ടേച്ച് പോവല്ലേ. അവളുടെ കരച്ചിൽ എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ശക്തിയായി കാല് വലിച്ചു. എന്നാൽ അതിനേക്കാൾ ശക്തിയിൽ അവൾ ഒന്നുകൂടി മുറുകെ പിടിച്ചതേയുള്ളൂ. സാദി, പോവല്ല സാദി. സാദിയുടെ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നെച്ചു, നീ എന്താ ഈ കാണിക്കുന്നത്? അൻവർ അവളെ എൻ്റെ കാലിൽ നിന്ന് അടർത്തി മാറ്റി. ഞാൻ മെല്ലെ നടന്നു തുടങ്ങി. സാദി, പോവല്ലേ. സാദി, പോവല്ലേ, പ്ലീസ്. സാദി, സാദി. അവളുടെ ദയനീയമായ നിലവിളി പിന്നിൽ നിന്നും കേൾക്കുന്നുണ്ട്. പിന്തിരിഞ്ഞ് അവളുടെ അടുക്കിലേക്ക് ചെല്ലാൻ മനസ്സ് കൊതിക്കുന്നുണ്ട്. പക്ഷേ പോവാൻ തുടങ്ങിയ എനിക്ക് മുന്നിൽ തടസ്സമായ രണ്ടുപേർ, അലക്സും ദീപു. എന്തിനാടാ ഇത്രയും വലിയ ചതി അവളോട് ചെയ്തത്? അവളുടെ ഇഷ്ടം നിനക്ക് അംഗീകരിക്കാതിരുന്നൂടായിരുന്നു? കുറെ മോഹങ്ങളും ആശകളും എന്തിനാ ആ പാവത്തിന് കൊടുത്തത്? ദീപു എൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആക്രോശിച്ചു. വേണ്ട ദീപു, മനസാക്ഷിയുള്ളവരോടൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ.
ഹൈറു ചങ്ക് പറിച്ച് കൊടുത്ത് സ്നേഹിച്ചത് ഒരു ഹൃദയമില്ലാത്തവനെ ആയിപ്പോയി. പൊയ്ക്കോ, അവളുടെ സ്നേഹവും തട്ടിയതിന് നീ പൊയ്ക്കോ. ദീപുവിൻ്റെ കൈ വിടുവിച്ചുകൊണ്ട് അലക്സ് പറഞ്ഞു. ഞാൻ മെല്ലെ നടന്നു നീങ്ങി. സാദിഖ്, ഒരു നിമിഷം. അവളാണ് ഹൈറു. സാദിഖിനോട് മാത്രമല്ല, എൻ്റെ വാപ്പിച്ചിയും അമ്പും എല്ലാവരും കേൾക്കണം. എല്ലാവരോടും ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്ത് നടന്നിട്ടുണ്ടെങ്കിലും ഞാനും ഒരു പെണ്ണാണ്. ഒരിക്കലും ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും വിധിയായിട്ട് തട്ടിക്കളഞ്ഞു. ആ വിധി തന്നെ വേറൊരാളുമായിട്ട് എന്നെ ചേർത്ത് വെച്ചപ്പോൾ ഞാൻ കരുതി ഇനി ഒരിക്കലും പിരിയേണ്ടി വരില്ല എന്ന്. പക്ഷെ വിധി മാറ്റിയെഴുതാൻ നമ്മളാരും ദൈവമൊന്നും അല്ലല്ലോ. നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് എൻ്റെ ജീവിതം വെച്ച് ചൂടാടുമ്പോൾ നിങ്ങളെല്ലാം മറന്നു ഞാനും ഒരു മനുഷ്യജീവിയാണെന്ന്. എനിക്കുണ്ട് വികാരവിചാരങ്ങളൊക്കെ. സാദി, നിന്റെ കഷ്ടപ്പാടിലൊരു താഹമായി ഒപ്പം കൂടാന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്നെ വേണ്ടാത്ത നിന്റെ നെഞ്ചോട് ചേർന്ന് ഈ ജീവിതം ആസ്വദിക്കാനല്ലേ ഞാൻ ആഗ്രഹിച്ചത്. ഈ മനസ്സും ശരീരവും നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കാത്തുവച്ചത്. ആ സാദിക്കിപ്പോൾ ഹൈറുവിനെ വേണ്ട അല്ലേ? എനിക്കും വേണ്ട സാദി. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ വാശിയോടെ അവൾ തുടച്ചു മാറ്റുന്നുണ്ട്. അമ്പു, ഇന്ന് ഈ ലോകത്ത് ഞാൻ ആരെയൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് നിനക്ക് വേണ്ടിയാ. നിന്റെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാ. ആ നീ തന്നെ എൻ്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയല്ലേ? ഇല്ല, എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്പു അല്ല. എൻ്റെ അമ്പു മരിച്ചുപോയി. ഇത് വേറെ ആരോ ആണ്. ഇയാളെനിക്കറിയില്ല, ഇയാളെനിക്ക് പരിചയമില്ല. വാപ്ചി, ഒന്നുമില്ലായ്മയിൽ നിന്ന് ചങ്കുറ്റം കൊണ്ടല്ലേ ഈ കാണുന്നതൊക്കെ നേടിയത്. ആ ചങ്കുറ്റം കൊണ്ടല്ലേ സ്വന്തം പ്രണയം നേടിയെടുത്തത് പോലും. അതിൻ്റെ പകുതി ചങ്കുറ്റം മതിയാവുന്നല്ലോ സ്വന്തം മകൾക്ക് അവൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടിക്കൊടുക്കാൻ. വേണ്ട, ഒന്നും വേണ്ട, കഴിഞ്ഞു. ഈ ജന്മത്തിലെ ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം കൂടി നിൽക്കുന്ന എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഈ നിമിഷം ഹൈറു മരിച്ചു. ജന്മം തന്ന വാപ്പി, ഒരേ വയറ്റിൽ കൊടുത്ത സഹോദരൻ, പ്രാണം കൊടുത്ത് സ്നേഹിച്ച പുരുഷനും ചേർന്ന് എന്നെ കൊന്നു. നാളെ കെട്ടാൻ വരുന്നവൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ തിരക്കി ആരും വരരുത്. ആരും. ഇച്ചായ, ദീപ് ചേട്ടൻ, മറക്കില്ല ഞാൻ ജീവനുള്ള കാലത്തോളം നിങ്ങളെ രണ്ടുപേരെയും. ലോകത്തിലെ ഏത് കോണിൽപ്പെട്ടാലും ഒരിക്കലെങ്കിലും ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളെ മാത്രമായിരിക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കിയിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. സാദി ഒരിക്കലും അങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. സാദിയെ അമ്പോ വാപ്പിച്ചിയോ പോയി കണ്ടിട്ടുണ്ട്. അല്ലാതെ സാദി ഒരിക്കലും ഇങ്ങനെ മാറില്ല. പക്ഷെ ആൻ്റേതായ ചങ്കുറ്റ സാദിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ എനിക്കറിയില്ല. നിദ്ര ഇന്നെൻ്റെ അരികിലൂടെ പോലും വരില്ല എന്ന് എനിക്കറിയാം. ബാൽക്കണിയിൽ പോയി കുറച്ചു നേരം നിന്നു. തൻ്റെ മനസ്സ് കാണാൻ ആരും ശ്രമിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു തരം വെറുപ്പ് എന്നോട് തന്നെ തോന്നുകയാണ് എനിക്ക്. റൂമിലേക്ക് ചെന്നപ്പോൾ ബെഡിൽ ഉമ്മിച്ചിരിപ്പുണ്ട്. എന്തോ ഉമ്മയെ നോക്കി ഒരു പുച്ഛിച്ചിട്ട് ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഉമ്മി, ഞാൻ ആ മാറോട് ചേർന്ന് പോയി കിടന്നു. ഉമ്മി എന്തിനാ കരയുന്നേ? എൻ്റെ വിധി ഞാൻ അംഗീകരിച്ചു. ഞാൻ ഇനി ഇറങ്ങിപ്പോകുമെന്നോർത്ത് ഉമ്മി പേടിക്കണ്ട. ഉമ്മി കരയുന്നത് എൻ്റെ മോളുടെ വിധിയോർത്താണ്. ഒരിക്കൽ സ്വന്തം പ്രണയം നേടിയെടുക്കാൻ പഠിച്ചോ കൂട്ടുന്നപ്പോൾ ഇങ്ങനെ ചങ്ക് കലങ്ങുന്ന മോളുടെ വേദന കാണിച്ചു തരാനാണെന്ന് അറിഞ്ഞില്ല. എൻ്റെ മോൾ എന്തിനാ ചങ്ക് പറഞ്ഞു പോകുന്ന വേദന സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? മോൾ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. എന്തിനാ ഉമ്മി? എന്നെ കൊണ്ടുപോകേണ്ട ആൾക്ക് എന്നെ വേണ്ട, പിന്നെ എന്തിനാ? എന്നാലും എൻ്റെ മോൾ ഇഷ്ടമില്ലാത്ത ഒരുവൻ്റെ കൂടെ ഒരു ജന്മം എങ്ങനെ ജീവിച്ചു തീർക്കും? എൻ്റെ മോൾക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ജീവനുള്ളവർക്കല്ലേ ഉമ്മ അതൊക്കെ ഒരു പ്രശ്നം. മരിച്ചവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ജീർണിക്കാത്തൊരു മയ്യത്തല്ലേ ഉമ്മി ഞാൻ. ദീപുവിന് മോളൊന്ന് വിളിച്ചു നോക്കും. അവളുടെ മോൾ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കാൻ പറ. ഇവിടുന്ന് പോയി നിങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ ഞാൻ ആരും അറിയാതെ ശ്രദ്ധിച്ചോണം. വേണ്ടമ്മി, അങ്ങനെ വേണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നല്ലോ. അവരുടെയൊക്കെ വാശി പോലെ കാര്യങ്ങൾ നടക്കട്ടെ. മോളെ, സാരമില്ലമ്മ. ഉമ്മയുടെ മാറോട് ചേർന്ന് കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങി. ഇന്നെൻ്റെ വിവാഹമാണ്. ആരൊക്കെയോ എഴുതിക്കൂട്ടിയ നാടകത്തിൽ മനസ്സ് നിറഞ്ഞ് ഞാനും അഭിനയിക്കുകയാണ്. ആ വലിയ ഹാളിലെ സ്റ്റേജിൽ എനിക്കൊപ്പം ലൈലയും. മനസ്സിലെ വിഷമം അവൾ അറിയാതിരിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ചങ്ക് പറിക്കുന്ന വേദനയോടെ ഷിയാസിൻ്റെ മഹർ ഏറ്റുവാങ്ങിയപ്പോൾ സ്വന്തം പ്രണയം നേടിയെടുത്ത സായുജ്യമായിരുന്നു അയാളുടെ മുഖത്ത്. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം കാറിൽ കയറുന്നതിന് മുമ്പ് ഞാൻ അയാളോട്,
ഒരു മിനിറ്റ്. യാത്ര പറയുമ്പോൾ അമ്പുവിനെ ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അമ്പുവിന് മാത്രം കേൾക്കാനായി ചെവിയിൽ പറഞ്ഞു, ഈ വണ്ടി ഇവിടെ നിന്ന് അകലുമ്പോൾ ഓർത്തു, സാഹോദര്യം എന്ന ബന്ധം കൂടി അകലുന്നത്. പള്ളിക്കാട്ടിൽ അടയ്ക്കിയ മയ്യത്ത് വീണ്ടും കാണാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇത്. വാപ്പച്ചിയുടെ നേർക്ക് തിരിഞ്ഞും ഞാൻ യാത്ര പറഞ്ഞു. മകളാണെന്ന അധികാരത്തിൽ എന്നെ കാണാൻ വരരുത്. ശ്രമിച്ച വാപ്പയാണ് ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് പ്ലീസ്. ഉമ്മയെ ലൈലയും കെട്ടിപ്പിടിച്ച് യാത്ര ചോദിച്ചു. ഉമ്മയെ ഒരു വിഷമവും തട്ടാതെ നോക്കണമെന്ന് ലൈലയെ ഏൽപ്പിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഞാൻ ആ വാഹനത്തിൽ കയറി. പൊടി പരത്തിക്കൊണ്ട് ആ വാഹനം അവിടെ നിന്നും കടന്നുപോയി. നീണ്ട 2 വർഷത്തിന് ശേഷം. തുടരും.